നാഴികക്ക് 40 തൊട്ട് നമ്മൾ പറയണ്ട നമ്മളെ നികുതിപ്പണം കൊണ്ടാണ് ഈ റോഡ് പണിയണത്. ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ്. പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ മലപ്പുറത്തെ റീച്ചിലായിട്ടാണ്. 2 റീച്ചാണ് മലപ്പുറത്തുള്ളത്. ഒന്ന് രാമനാട്ടുകര മുതൽ വളാഞ്ചേരി വരും, മറ്റൊന്ന് വളാഞ്ചേരി മുതൽ കാപ്പരിക്കാട് വരും. പക്ഷേ ഇവിടെ ഈ മലപ്പുറം റീച്ചിൽ ഇപ്പം ഞാൻ കണ്ട ഒരു സംഭവം തരാം. ഏറ്റവും കൂടുതൽ ട്യൂബുലർ മാർക്കർ ഉണ്ട് നമ്മളെ സർവീസ് റോഡിൻ്റെ അവിടെ എക്സിറ്റ് എൻട്രിയും വരുമ്പം അവിടെ വെക്കുന്ന സംഭവമുണ്ട്. അത് ഏറ്റവും കൂടുതൽ തകർത്തിരിക്കുന്നത് മലപ്പുറത്താട്ടോ. കാസർഗോഡ് ജില്ലയിൽ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല, അതുപോലെ തന്നെ വേറെ സ്ഥലത്തും കണ്ട. പക്ഷേ ഏറ്റവും കൂടുതൽ കണ്ട ഭാഗങ്ങൾ ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമനാട്ടുകര മുതൽ നമ്മളെ എന്താ പറയുക കുറ്റിപ്പുറം പാലം വരെയാണ് ഏറ്റവും കൂടുതൽ ഇതുപോലുള്ള ട്യൂബുലർ മാർക്കർ തകർത്ത് കണ്ടത്. അതിലേറ്റവും കൂടുതൽ തകർത്ത് കണ്ടിരിക്കുന്നത് നമ്മളെ എന്താ പറയുക വളാഞ്ചേരിക്കിപ്പുറം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാമനാട്ടുകരേൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ കൂരിയാട് കക്കാട് ഭാഗം മുതൽ കോട്ടയ്ക്കൽ വരെയാണ് ഏറ്റവും കൂടുതൽ തകർത്തത്. എന്തിനാണ് ഇങ്ങനെ തകർക്കണത്? നിങ്ങൾക്ക് ഈ നിയമങ്ങൾ അറിയാത്തതൊന്നുമല്ലല്ലോ സംഭവം, അല്ലേ? നിയമങ്ങൾ അറിയാത്തതൊന്നുമല്ല. പക്ഷേ ഇത് തകർത്തിട്ട് എന്ത് സുഖം കിട്ടുന്നത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു അവസ്ഥ കണ്ടോ? ഇതാണ് അവസ്ഥ. ഇതിപ്പോൾ നമ്മളെ ആറുവരിപ്പാതയിൽ നിന്നും നേരെ എക്സിറ്റ് സർവീസ് റോഡുകൾ എക്സിറ്റാണ്. അവിടെയാണ് ഇപ്പോൾ അവസ്ഥ. ഇതേമാതിരി തന്നെ പല സ്ഥലത്തും ഉണ്ട് കേട്ടോ. ഇത് തകർത്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ഗുണം കിട്ടും, എന്താ പറയുക, ഒരു മനസ്സിന് എന്ത് സുഖം കിട്ടുമെന്നറിയില്ല. അതോ നിയമങ്ങൾ അറിയാത്തതുകൊണ്ടാണോന്നറിയില്ല. നാഴികക്ക് 40 തൊട്ട് നമ്മൾ പറയണ്ട നമ്മളെ നികുതിപ്പണം കൊണ്ടാണ് ഈ റോഡ് പണിയണത്, അതുപോലെ തന്നെ റോഡിൻ്റെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഈ തകർക്കുന്നു നമ്മുടെ നികുതിപ്പണം കൊണ്ട് വെച്ച സാധനമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. പലർക്കും ഇത് പറയുമ്പോൾ ഇഷ്ടപ്പെടില്ല. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബായ്.